നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായാലും ആദ്യം ഇത് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് 2 പെൺകുട്ടികളിൽ ആയിട്ട് പോരാതെയാണോ ഇനി 2 പെൺകുട്ടികൾ? അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം. ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോകണ്ടെന്ന് ഞങ്ങള് ലോങ് ടൈം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആള് വന്നപ്പോ ആരതി വന്നപ്പോ തീരെ സംസാരിക്കണില്ല. അപ്പൊ ഇവിടെ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വേവലാദ്യം. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവിടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം, അവൾ ഇങ്ങോട്ടാ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ നെഗറ്റീവ്സ് ഒരുപാട് പേര് നമ്മളെ പ്രഷറൈസ് ചെയ്യണമായിട്ടുള്ള നെഗറ്റീവ്സ് ആയിരുന്നു. അത്രയും മോശമായിട്ട് നമ്മളോട് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതൊന്നും ചെവി കൊടുത്തില്ല. അങ്ങനെ ആ ചിന്ത വരാൻ കാരണം വളരെ ദരിദ്രാവസ്ഥയിൽ ജീവിച്ചു വന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് വന്ന സ്ഥിതി മറ്റുള്ളവർക്ക് വരരുത്. എൻ്റെ ചുറ്റിനും ഇരിക്കുന്ന ഈ 3 പിന്നെ അപ്പുറം 4 പെൺകുട്ടികൾക്ക് ഒരു കഥയുണ്ട്. നല്ല കിടിലൻ കഥയാണ്. അതിനു മുന്നേ ആദ്യം തന്നെ ഇയാൾക്ക് 10ൽ ഫുൾ A+ കിട്ടിയിരിക്കുന്ന ആളാണ്. കൺഗ്രാജുലേഷൻ. ആളുടെ പേര് എന്തായിരുന്നു? ആരതി. ഇത് അംബിക. ഇവര് തമ്മിൽ ചേട്ടത്തി അനിയത്തിയാണ് അല്ലേ? ആളുടെ പേര് പാർവതി, ആളുടെ പേര് ലക്ഷ്മി. ഇവരും ചേട്ടത്തി അനിയത്തിയാണ്. ഇപ്പൊ ഇവർ 4 പേരും ഈ വീട്ടിലാണ് കഴിയുന്നത്. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവർ 4 പേരും ഒന്നിച്ചാണ് കഴിയുന്നത്. ഒന്നിച്ചൊരു മുറിയിലാണ് കിടക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും സന്തോഷമുണ്ടായി. ഇവരുടെ പിന്നിലെ കഥ നമുക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും തന്നെ ചോദിക്കാം. ഇത് സുരേഷ് ഏട്ടൻ, ഭാര്യ സുനന്ദ. മാഡം PWDയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഇവരുടെ 2 പേരുടെ അമ്മമാരുണ്ട്. ഒന്ന് ശാന്തമ്മയും ഒന്ന് സുഭദ്രാമ്മയും. അങ്ങനെ തന്നെയാണ് ഈ വീടിന്റെ പേര്, ശാന്തം സുഭദ്രം. അങ്ങനെയാണ് ഇവരുടെ പേര്. ഇവരുടെ കഥയൊന്ന് ഞങ്ങളോട് പറയാമോ? ഞങ്ങൾ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചാരിറ്റി ആക്ടിവിറ്റീസ്, ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു മനസ്സുള്ളൊരു കുടുംബമാണ്. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. ചെറുപ്പം മുതലേ അങ്ങനെ ചിന്താഗതിക്കുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചിന്ത വരാൻ കാരണം വളരെ ദരിദ്രാവസ്ഥയിൽ ജീവിച്ചു വന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. വളരെ ദുരിതങ്ങളും കുറേ കഷ്ടപ്പാടുകളൊക്കെ എത്തിപ്പെട്ട. അപ്പോൾ നമ്മൾ ആ ചെറുതിലെ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് തോന്നിയിരുന്നു നമ്മൾക്ക് വളരെ മറ്റുള്ളവർക്ക് കണ്ട് നമ്മൾക്ക് ആകർഷിക്കാറുണ്ട്, ഒന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. അച്ഛനമ്മയൊക്കെ പൂറാണ്, സാധാരണ ജോലിയാണെന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് വന്ന സ്ഥിതി മറ്റുള്ളവർക്ക് വരരുത്. അപ്പോൾ അന്ന് മുതലേ നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ എന്ത് കാര്യമായാലും ഇങ്ങനെ നീക്കി വെക്കും. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ, ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ആളുകളെക്കാൾ അധികം സന്തോഷമാണ് ഞങ്ങൾക്ക്, കൊടുക്കുന്ന ആൾക്കാണ് സന്തോഷം. അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ ഒരു കൊടുപ്പാണ് ഈ 2 പിള്ളേർക്കും കൂടെ കൊടുത്തേക്കുന്നത്. ചുമ്മാ കൊടുപ്പല്ല, ഒരു വീട്, ആ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മൂമ്മമാര്, ഒരു ചേച്ചി, അനിയത്തി അല്ലേ? അങ്ങനെയാണ്. അതായത് കഥ ഞാൻ പറഞ്ഞുതരാം ഭയങ്കര സിമ്പിളായിട്ട്. പാർവതിയും ലക്ഷ്മിയും ഇവരുടെ മക്കളാണ്. പാർവതിയും ലക്ഷ്മിയും തമ്മിൽ 12 വയസ്സിന് വ്യത്യാസമുണ്ട് അല്ലേ? ലക്ഷ്മി ഡോക്ടറാണ്. അപ്പൊ 12 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇളയ ആൾക്ക് കൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതായത് ഫോസ്റ്റർ കെയർ പദ്ധതിയെ കുറിച്ച് സാർ പറഞ്ഞ സാറേ. ഫോസ്റ്റർ കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കെയർ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് പോറ്റി വളർത്തുക മക്കളെ, ആരോഗ്യമില്ലാത്ത മക്കളെ നമ്മൾ ഫോസ്റ്റർ കെയർ ഈ വെക്കേഷനിലോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ, ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിന് അങ്ങനെ വെക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതേമാതിരി വേനലവധി ഉണ്ടാവുമല്ലോ, ആ സമയങ്ങളിൽ ഈ മക്കളെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെ നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ ബന്ധുക്കളുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നിന് വരുമല്ലോ, ഗസ്റ്റായിട്ട് വരില്ലോ, അതുപോലെ വന്ന് പൂരം കാണുക, കാവടി കാണുക, വെള്ളച്ചാട്ടം കാണാൻ പോവുക, കുളത്തിലിറങ്ങി ചാടി കുളിക്കുക, അല്ലെ അങ്ങനെ വീട് എന്താണെന്നും ബന്ധുക്കൾ എന്താണെന്നും അറിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് മാനസികമായ മാറ്റം ഉണ്ടാക്കലാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഫോസ്റ്റർ കെയർ പദ്ധതി പ്രകാരം നിരവധി ആളുകൾ വെക്കേഷൻ സമയത്ത് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മക്കളായിട്ട് വളർത്തുകയും പിന്നീട് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സ്കൂളിലൊക്കെ ആകുന്ന സമയത്ത് ഇവരെ തിരിച്ച് അവർ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഒരു കോവിഡിന്റെ സമയത്ത് എല്ലാവരാലും എന്താ പറയുക ലോക്കായ സമയത്ത് ഈ 2 പിള്ളേരെ, ആരതീനെയും ചേച്ചി അംബികേനെയും കൂടെ ഏറ്റെടുത്തിട്ട് ഇയാൾക്ക് കൂട്ടിന് വേണ്ടി കൊണ്ടുവന്നതാണ് ജസ്റ്റ്. പക്ഷെ തിരിച്ചു വിട്ടില്ല, 2 പേരും പിന്നെ തിരിച്ചു വിട്ടില്ല. അവിടെ അങ്ങ് പിടിച്ചു നിർത്തി അല്ലേ? എന്ത് പറ്റി തിരിച്ചു വിടാണ്ട് അങ്ങ് പിടിച്ചു നിർത്തിയേ? അയ്യോ ചിരിക്കണ്. അത് ഇവരൊക്കെ ഭയങ്കര നല്ല വൈബാണ്. വൈബാണ്.
അപ്പൊ പിന്നെ അങ്ങോട്ട് തിരിച്ചുവിടാൻ തോന്നിയില്ല. തോന്നിയില്ല. അതന്നെ വൈബുള്ള ആൾക്കാരാണ്. ഇവിടെ വരുമ്പോ ആള് തമ്മിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ? എനിക്ക് തോന്നുന്നു ഇപ്പൊ 15 വയസ്സല്ലേ? ഇപ്പൊ 15 വയസ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു 12, 10, 11 വയസ്സിലാണല്ലോ ഇവർ എത്തിയത്. കളിക്കാനുള്ള ആളായിട്ടായിരുന്നോ? അതെ, വന്ന അന്ന് തന്നെ ഭയങ്കര കമ്പനി, ഫുൾ വൈബ് കളിയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അപ്പുറത്തെ വീട്ടിലും കൊറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരായിട്ടും കളിച്ച് അടിപൊളിയായിരുന്നു. ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിടാൻ നേരത്തെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അച്ഛനോട്? അങ്ങനൊന്നും അല്ല, ഉണ്ടായില്ല. ഞങ്ങള് ലോങ് ടൈം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓ, നിങ്ങൾ ഓൾറെഡി ലോങ് ടൈം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവരെ കൂട്ടാൻ പോയ ഒരു കഥയുണ്ടല്ലോ, ലൈക്ക് ഇവര് നിന്ന ഒരു സ്ഥാപനത്തില്, അതൊന്ന് പറയാമോ? ലക്ഷ്മിക്ക് ഉണ്ടോ ഓർമ്മ? ലക്ഷ്മി ഉണ്ടായിരുന്നു എന്റെ കൂടെ. ലക്ഷ്മി ഞാനും കൂടി കൊണ്ടുവന്നു. അത് കൊറോണ സമയമായതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും മാത്രമേ പോയത്. അപ്പൊ എന്ന് വെച്ചാല് അവിടെ ചെന്ന് ഇതുപോലെ നമ്മളെ പോലെ തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി കുട്ടീനെ പരിചയപ്പെടാൻ വരൂ എന്നുള്ള ഇതിലാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മള് കൊറോണ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത പ്രകാരം നമുക്ക് ആരും ഈ പദ്ധതി ഈ വർഷം അവർ ചെയ്യണുണ്ടാവില്ല എന്നുള്ളൊരു നിരാശയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വിളിച്ചത്. അപ്പൊ ഞങ്ങളൊരു മെയ് മാസത്തിലാ പോണത് ഇതുപോലെ. അപ്പൊ പോയപ്പോ അവര് ആദ്യം നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളും നമ്മുടെ അടുത്ത് സംസാരിച്ച് അപ്പൊ നമുക്ക് കുട്ടിയായിട്ട് മിങ്കിൾ ചെയ്യാം എന്നുള്ളതില്. അപ്പൊ നമ്മള് ഈ പാർവതിയുടെ ഏജ് ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു കുട്ടി അങ്ങനെ വന്നേ. അപ്പൊ ആള് വന്നപ്പോ ആരതി വന്നപ്പോ തീരെ സംസാരിക്കണില്ല. അച്ഛനിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എത്രയല്ല പഠിക്കണേ, എന്തൊക്കെ ഇഷ്ടമാണ്, കാർട്ടൂൺ കാണോ, ബുക്ക് വായിക്കോ, ബാലരമ ഇഷ്ടമാണോ, ഒന്നും മിണ്ടണില്ല. ഇതുപോലെ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അകത്ത് എന്തോ ടിവിയിൽ എന്തോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ പിന്നെ പറഞ്ഞിരുന്നു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞു ചേച്ചീനെ കൂട്ടിട്ട് വന്നു പറഞ്ഞു. ചേച്ചി വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം. അവൾ ഇങ്ങോട്ടാ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അവള് നല്ലോണം മിങ്കിളായി. അവള് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇവളും നല്ലോണം സംസാരിച്ച്. ഞങ്ങളപ്പോ വീട്ടിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തപ്പോ ഇഷ്ടമായി. അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്പിയുടെ അടുത്തും കൂടെ നമ്മുടെ കൂടെ പോരുന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ അലൗ ചെയ്യുമെന്ന്. കാരണം അവളുടെ ഏജിലുള്ള ആരെയും അങ്ങനെ വിടണുണ്ടായിരുന്നില്ല. ഒരു 13 വയസ്സുള്ളവരൊക്കെ അവരെയാണ് നമ്മൾ നോക്കുമ്പോ കാണുന്നത്. ഞങ്ങൾ നോക്കുമ്പോ അപ്പുറത്തൊക്കെ 2 കുട്ടികൾ വീതം ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ചോദിച്ചപ്പോ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി അവരുടെ സൈഡിൽ നിന്ന് ഒരാളെയും കൂടി എക്സ്ട്രാ തരുമ്പോഴുള്ള ഒരു ഫോർമാലിറ്റിയുടെ ഒരു ഇതേ ഉള്ളൂ. അപ്രൂവ് ചെയ്യണേലും ഒരു പ്രശ്നമില്ല. അവരാണെങ്കിലും ഹാപ്പിയാണ്. ഒന്നെന്നുള്ളത് 2 പേര് വന്നാൽ അവർക്ക് പരസ്പരം അവരുടെ കാര്യങ്ങളും ശീലങ്ങളും ഒക്കെ അറിയാം. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ അങ്ങനെ അവള് വന്നപ്പോഴാണ് ഇവള് കുറച്ചും കൂടി ആക്റ്റീവ് ആയത്. അങ്ങനെ അപ്പൊ രണ്ടുപേരും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരാളെയാണ് അപേക്ഷിച്ചത്. അപ്പൊ ഇവിടെ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വേവലാതി കൊണ്ട്. അപ്പൊ ടി വി ആണെന്നുള്ളത് സംശയം തോന്നിയില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവിടെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചീനെ വിളിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2 പേരായാലും കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പദ്ധതി പ്രകാരം നമ്മൾ വെക്കേഷൻ നിർത്തുന്നതാണ് എന്റെ അറിവിലുള്ളൂ. ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ലോങ് ടൈം എന്ന് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. അതിന് എന്തൊക്കെ പ്രൊസീജിയർ ആണ്? അത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇല്ല, നമ്മുടെ വീട് ഓൾറെഡി അവര് ഹോം സ്റ്റഡിയും കാര്യങ്ങളെല്ലാം നടത്തി സെറ്റായ ഒരു വീടാണ്. അപ്പൊ നമ്മൾക്ക് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു അപേക്ഷ കൊടുക്കേണ്ട ഒരൊറ്റ അപേക്ഷ കൊടുക്കേണ്ട കാര്യം അവിടെ നടത്തും. ആ സ്റ്റഡി മുമ്പേ നടത്തിയിട്ടാണ് നമുക്കിത് അലൗ ചെയ്യുന്നത്. അതായത് ഇവരെ കൊണ്ടുവരാൻ നമ്മളോട് അന്വേഷിക്കും. നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാ സാഹചര്യങ്ങളും അന്വേഷിക്കും. നമ്മളറിയാതെ അന്വേഷിക്കും അവര്. അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. ഫാമിലിനെ മൊത്തം ഫുൾ ചെക്കപ്പ് അത് അവരും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. വളരെ ജെന്യുവനായിട്ടാണ് ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ നല്ലൊരു രീതി തന്നെയാണ്. ഈ LDF ഗവൺമെൻറ് ഒക്കെ വന്നതിന് ശേഷം അതൊന്നും കൂടി പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യണം. അത് വലിയൊരു അനുഗ്രഹമാണ് ഈ മക്കൾക്ക്. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ അവർക്ക് ലോങ് ടൈം ഇടിപ്പിക്കാനാണ് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുന്നത്. ലോങ് ടൈം ആവാനാണ് ആഗ്രഹം ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും. ലോങ് ടൈം എടുക്കാൻ വലിയൊരു കാര്യമല്ലേ. കുറെ മക്കള് സമൂഹത്തിൽ രക്ഷപ്പെടുകയല്ലേ ചെയ്യണത്. ഇവരാണെങ്കിൽ ഇവിടെയുള്ളവർ മുഴുവൻ നല്ല കഴിവുള്ള കുട്ടികളാണ്. മിടുക്കരായത്. തണൽ മായന്നൂര് തണലൊരു ആശ്രമമുണ്ട്. നല്ലൊരു ആശ്രമമാണ്. നന്നായി ഇവരെ കെയർ ചെയ്യണം. നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളർത്തുന്ന ഒരു സംഭവമുള്ള ഒരു സ്ഥലമാണ്. അവര് അതിൻ്റെ നല്ല ഗുണങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം ഉണ്ട്.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതിനെ സ്വാതന്ത്ര്യം ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കും, സൂക്ഷിക്കണം പല കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർ ഒരു പരിധി വരെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം സാറിന് ജോലി എന്ന് പറയുന്നത് സ്ഥിര വരുമാനമല്ല, സാറിന് ഒരു പ്രസ്സാണ്. മാഡത്തിന് മാത്രമേ വരുമാനമുള്ളൂ. 2 പെൺകുട്ടികളാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. ഇനിയും 2 പേരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് സാധാരണ ആളുകൾ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. എങ്ങനെയായിരുന്നു മാഡം എന്നെ നോക്കിക്കണ്ടേ? ആള് പണ്ട് തൊട്ടേ സാമൂഹ്യ പ്രവർത്തനമുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ. സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം 100% എടുത്തതിന് ശേഷം ആള് എന്നോട് പറയാറുള്ളൂ. അത് എന്നോടുള്ള അമിത വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് പറയാറുള്ളൂ. ഞാനൊന്നിനും അങ്ങനെ എതിര് നിൽക്കാറില്ല. ഈ കേസും അങ്ങനെ തന്നെയാണ്. ഒരു 100% ആള് തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. കാരണം ബാക്കി പ്രൊസീജിയേഴ്സിലൊക്കെ ഞങ്ങൾ വേണം, മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇവർ വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാവില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ആള് സംഗതി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആളുകളുടെ ഒക്കെ ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ബന്ധുക്കൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും നെഗറ്റീവ് ആണല്ലോ പറയുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമേ അവർ പറയുള്ളൂ. നല്ലത് പറയണവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായാലും ആദ്യം ഇത് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് 2 പെൺകുട്ടികളിൽ ആയിട്ട് പോരാതെയാണോ ഇനി 2 പെൺകുട്ടികള്? അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം. അല്ല, ചിന്തിക്കുമ്പോ ഇളയാൾക്ക് കൂട്ടുന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അല്ലാണ്ട് അതെ, അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ജനിച്ച ഇവിടെ 8 പിള്ളേരുണ്ട്. ശരിക്കും ചേട്ടന്റെയും 2 പെങ്ങന്മാരുടെയും കൂടി ഒരു 8 പേര്, അതായത് 4 പെൺകുട്ടികളും 4 ആൺപിള്ളേരും. ഇവര് ഭയങ്കര ക്ലോസാ. കാരണം ഇവര് ചുറ്റുമാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിലാണ് അവര്. അപ്പൊ ഇവര് എന്തു ഷെയർ ചെയ്യാനും ഇവര് 8 പേരും ഒരു ശനി ഞായറും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരുമിച്ചുണ്ട്. പക്ഷെ ഇവള് 12 വയസ്സ് 12 അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടായത്. അപ്പൊ കുഞ്ഞാണ്. അപ്പൊ കുഞ്ഞിതിൽ ഇവരൊക്കെ കൊഞ്ചിച്ച് നടന്നു. പിന്നെ ഒരു പ്രായമായപ്പോ ഇവര് ഒഴിവാക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം, ഇവള് കുഞ്ഞ്. എന്നിട്ട് അവര് പറയണത് അവള് പറയണത് തമ്മില് വലിയ സുഖമില്ലല്ലോ. അപ്പൊ ഇവര് മാക്സിമം ഒഴിവാക്കി വിടും. അങ്ങനെ ഒറ്റയ്ക്കായപ്പോ എന്റെ ഡ്രസ്സും പിടിച്ചിട്ടാണ് അവളുടെ എല്ലാ കാര്യങ്ങളും. നമുക്കും കുറെ ഇറിറ്റേറ്റ് തുടങ്ങും. അപ്പൊ ഞങ്ങള് തമാശ പോലെ പറയും, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞങ്ങള് അപ്പൊ കളിക്കാൻ പോയാൽ തന്നെയും കുറച്ചു നേരം കളിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടൊന്ന് എന്താ പറയാ അടഞ്ഞിങ്ങോട്ട് പോരും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇവളോട് ഇന്നേ വരെ ഒരു വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇഷ്ടമില്ലാത്ത പോലെ അവളോട് സംസാരിക്കുകയും ചെയ്യില്ല. ഭയങ്കര കൂട്ടാ അവര്. അപ്പൊ എനിക്കും ഭയങ്കര, ഞാനും ഫ്രീ ആയി. ശരിക്കും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, അല്ല ഇഷ്ടമുള്ളിടത്ത് പോകാൻ പറ്റും. എപ്പോഴും അവര് തമ്മിലാണ് ഒട്ടല്. അപ്പൊ അതുകൊണ്ട് എന്റെ മേലെന്നുള്ള ആ ഒരു പോയി പറയുന്നത് ഞാൻ ഫ്രീ ആയിരുന്നു അല്ലേ? അല്ല, ആള് ഭയങ്കര, എന്നോട് മാത്രം പറഞ്ഞാൽ മതി, ഇവരൊക്കെ ഭയങ്കര വേറെ വൈബ് അല്ലേ? ഇവര് നമ്മള് താഴെ വരില്ല ഒരേ വൈബ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊക്കെ ഒരേ വൈബാ. നിങ്ങൾ എത്ര വയസ്സുള്ളപ്പോഴാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത്? അവൾക്ക് 17ഉം ഉണ്ണിക്ക് 4 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവരെ കൊണ്ടുവന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞു. മെയ് 19 കഴിഞ്ഞ മെയ് 19 4 കൊല്ലം. അച്ഛനും അമ്മയും അവിടെ വന്ന് ഓർക്കുന്നുണ്ടോ? എന്താ ചേച്ചിയും അച്ഛനാണ്. അച്ഛനമ്മയല്ല, ചേച്ചി അച്ഛനാണ്. ശരി, പറ. എന്നിട്ട് എന്ത് സംസാരിച്ചു? അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തായിരുന്നു? അവരാ പറഞ്ഞേ, നല്ല പറഞ്ഞേ. അവര് വന്നപ്പോ കൊണ്ടുപോകുന്ന അറിയായിരുന്നോ? അങ്ങനെ കാണാൻ വന്നു ജസ്റ്റ്. അപ്പൊ ഞങ്ങളടുത്ത് അല്ല, ചേച്ചി പോയിട്ട് കണ്ടോ, അവര് ഒരു ടീം മുന്നേ വന്നിരുന്നു അവളെ കൊണ്ടുപോകാൻ. അപ്പൊ അവള് ഇഷ്ടമല്ലാണ്ട് പോയില്ല. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ മാറി താമസിച്ച് അങ്ങനൊന്നുമില്ല. അപ്പൊ അവൾക്ക് ആ വിഷമമുള്ളതുകൊണ്ട് അവള് പോയില്ല. പിന്നെ ഇവര് വന്നപ്പോഴും അവൾക്ക് ആ സമ്മതമൊന്നും ഉണ്ടായില്ല. എന്നാലും കണ്ടുപോയി. പിന്നെ അതിനെ കുറിച്ച് വേറെ നന്നായി ഫോഴ്സ് ചെയ്തിരുന്നു, ഇങ്ങനെ പോവാണെങ്കിൽ നല്ലതാണ്, വെക്കേഷൻ അടിച്ച് പൊളിച്ചിട്ട് വരാന്നൊക്കെ പറയുന്നു. പക്ഷെ അവൾ അതിന് കൂട്ടാക്കിണ്ടായില്ല. പിന്നെ 2 പേരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമെന്നായപ്പോ അവള് പിന്നെയും ഒന്ന് ചെറുതായിട്ട് സമ്മതിച്ചു. അവള് ഇതിനു മുന്നേ ഏതെങ്കിലും വീട്ടിലിങ്ങനെ ഫോസ്റ്റർ കെയർ പദ്ധതി പ്രകാരം പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങള്
ആദ്യമായിട്ടാണ്. ആദ്യം എന്ന് പറയുമ്പോ അത് പക്ഷെ നല്ല രസമായി, നല്ലൊരു വീട്ടിലേക്ക് എത്തി അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? അപ്പൊ ആളെന്താ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ ഡിഗ്രി ഡിസ്റ്റൻസ് ആയി പഠിക്കുന്നത്. ITI കഴിഞ്ഞിട്ട് കോർപ്പറേഷനിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരെന്നെ തിരിച്ചു വിളിച്ച് ആ ഒരു ഇതില് കണ്ടിന്യൂ ചെയ്യുന്നു. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആവണം ലൈഫില്? ഇപ്പൊ പഠിച്ചിട്ട് ജോലി വാങ്ങണം സ്വന്തമായിട്ട്. അല്ലാണ്ട് പിന്നെ വേറെ സ്വന്തമായിട്ട് വരണം. ഇപ്പൊ PSC പോലെ ഒരു സ്ഥിരം പോസ്റ്റില്, അതായത് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി മേടിക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. PSC ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അറിയാലോ അമ്മ അവിടെ PSC അല്ല PWD-യിലാണ് PSC വഴി കയറിയേക്കുന്നതാണ്. അമ്മ പറഞ്ഞുതരുമോ? ഇവിടെ വന്നപ്പോ കൊറേ പുസ്തകങ്ങളാണ് കിടക്കുന്നത്, അതാ ചോദിക്കുന്നത്. ഇതിൽ ആരാ പഠിക്കുന്നത് എനിക്ക് അറിയാനാ. അല്ല, എന്റെ ബുക്കൊക്കെ അന്ന് ഇവരുടെ ആരാണ്ടായിരിക്കും അല്ലേ? അല്ല, ഞങ്ങള് പഠിക്കുമ്പോ മാത്രമേ ബുക്ക് എടുക്കാറുള്ളൂ. എന്തോ കൊനടിച്ചതല്ലേ? എന്തോ കൊനടിച്ചതല്ലേ? ആര് പറഞ്ഞു? അവരൊക്കെ ഒന്ന് തല എനിക്ക് മനസ്സിലാവത്തില്ലേ? 10ല് ഫുൾ A+ കിട്ടിയില്ലേ? എങ്ങനെയായിരുന്നു പഠനം? പരീക്ഷയ്ക്ക് മാത്രമേ രാവിലെ എണീച്ച് പഠിക്കാറുള്ളൂ, അല്ലെങ്കിൽ രാത്രി പഠിക്കും. സ്കൂള് വിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കാം. എന്ന് രാത്രി പഠിക്കാറ്. 10 അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കണം ആരെങ്കിലും പറഞ്ഞായിരുന്നു? അവിടെ അത് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ 10ാം ക്ലാസ്സിലാവുമ്പോ എല്ലാരും ഫുൾ A+ വാങ്ങണം എന്നാലും ആഗ്രഹിക്കുക. പക്ഷെ ഇവിടെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ A+ വാങ്ങണം എന്ന് നിർബന്ധം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരാ റോൾ മോഡല്? എന്നോടാ പറയുന്നത്? എന്നോടാ പറയുന്നത്. ഇവിടെ ആരാ റോൾ മോഡല്? ലക്ഷ്മിയാണോ, പാർവതിയാണോ, അംബികയാണോ? റോൾ മോഡൽ എന്ന് പറയില്ല ഞാൻ. എനിക്ക് റോൾ മോഡൽ എനിക്ക് വേറെ ആരും ഇല്ല. ലക്ഷ്മി ചേച്ചി നന്നായിട്ട് പഠിക്കില്ല, ഡോക്ടർ അല്ലേ? എന്താവണമെന്ന് ആഗ്രഹം? ഡോക്ടർ ആവണം. ചേച്ചിയുടെ പോലെ ആഗ്രഹം, ചേച്ചിയെ പോലെ ആവണമെന്ന് ആഗ്രഹം. ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് അല്ലേ? ഞങ്ങളിപ്പോ തുടങ്ങി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. കോച്ചിങ് സെന്ററിൽ തന്നെ ചേർത്തി പഠിപ്പിക്കാനും. ഇപ്പൊ ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? അവർക്കും ഇങ്ങനെ ഇതുപോലെയൊക്കെ ആഗ്രഹം ഉണ്ട് ആളുകളെ എടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് കൂടുതലും എൻക്വയറീസ് അന്ന് മുതലുണ്ട്. ഇപ്പൊ ഈ ന്യൂസ് വന്നതിന് ശേഷം വളരെ ധാരാളം. അല്ല, നമുക്കൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര പാടാ. പ്രാവർത്തികമാക്കിയ ആളുകളോട് ചോദിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കും ഇൻസ്പയർഡ് ആണ്, അവർക്കും അതൊരു ബലമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ചേട്ടന്റെ അമ്മയാണോ? വൈഫിന്റെ അമ്മ. ഓക്കെ. ഇപ്പൊ ഇവര് 8 പേര് ഇവിടെ, എല്ലാരും ഇവിടെയാണ്. അമ്മയ്ക്ക് ചെവി കേൾക്കാം. 6 പേര് ഈ റൂമിലാണ്. 6 പേര് നിങ്ങൾ ഈ റൂമിലാണ്. അത് 6 പേരിൽ ഇതേ നിൽക്കുന്ന 3 1 4 പിന്നെ അമ്മൂമ്മമാരല്ലേ? ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ കട്ടിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒറ്റക്കെട്ടില് വലിയ കെട്ടില്. പിന്നെ ഇവര് വെക്കേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവിടണമെന്നൊന്നും തീരുമാനിച്ചില്ല? അപ്പൊ ഫുൾ വെക്കേഷൻ ആയിരുന്നു. 1 ഇയർ വെക്കേഷൻ തന്നെയായിരുന്നു. കോവിഡ് ആയതാണ്. കംപ്ലീറ്റ് കൊറോണ. അല്ല, പിന്നെ ഫോർമാലിറ്റി അപ്പൊ തന്നെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക് എന്നാണ് പറയുന്നത്? അത് ഇവരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഉള്ള കാലം തന്നെ. അങ്ങനെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവരുടെ കല്യാണം അടക്കം അങ്ങനെ അവർക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ മക്കളെ പോലെ തന്നെ. ആ രീതിയിൽ ഞങ്ങളും മനസ്സിൽ കണ്ടേക്കണത്. പിന്നെ അവരും കൂടി കട്ടയ്ക്ക് കൂടെ നിക്കണം. അത് നിൽക്കണ്ടേ ഇതുവരെയൊക്കെ. ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, കട്ടക്കില്ലേ? ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മള് പരമാവധി നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 പേരുടെയും ആരെയും വരുന്നല്ല, നമ്മള് ഈ 4 പേരുടെ കാര്യങ്ങൾ തന്നെയാണ് നമ്മള് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരതിനു വേണ്ടി ശ്രമിക്കട്ടെ. അപ്പൊ ഈ ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അവള് അങ്ങനെ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പേരൻസ് അതേമാതിരി അവളെ സപ്പോർട്ട് ചെയ്തു, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിന്റെ 10 മടങ്ങ് സൗകര്യങ്ങളുണ്ട് ഇപ്പൊ ഇവൾക്കുള്ള സാഹചര്യം അല്ലായിരുന്നു. ഞാൻ ഇപ്പൊ അവൾക്ക് ഞങ്ങൾ അവിടെയായിരുന്നു, മെയിൻ റോഡിൽ ചെറിയൊരു വീട്ടിലായിരുന്നു. വീട് 9 കൊല്ലമായിട്ടുള്ള പണിതല്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീടായിട്ട് 9 കൊല്ലമായിട്ടുള്ള വീടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ ആ വീടായിട്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ചിന്ത മനസ്സിലുണ്ട് അവിടെ ആയാലും. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തത്. തീരുമാനം അങ്ങനെ തന്നെ നല്ലതായി എന്ന് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു റിസ്ക് ഉണ്ട് ഇതില്. ഇവര് നല്ല നിലയിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതൊരു സക്സസ് ആവുമ്പോഴും ആവണം. പിന്നെ ഇത് ചെയ്ത് കണ്ട് സക്സസ് ആയി കാണുമ്പോഴാണ് ഇതിന്റെ പ്രൊമോഷൻ വരിക, ആളുകൾക്ക് തോന്നുക. അല്ല, ഇപ്പൊ ഞാൻ പോലും വന്നത് ഇയാൾക്ക് ഫുൾ A+ കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. ആരതിയുടെ അച്ഛന്, അപ്പൊ ആരതിയുടെ കുടുംബം ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു, ആരതിയുടെ വീട്ടുകാരെ പരിചയപ്പെടാൻ പോകുന്നു. അതുപോലെ
പ്രൗഡ് ആവുമ്പോഴാണ് നമുക്ക്. അപ്പം എന്താണ് പറയുന്നത്, ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടട്ടെ. ഓക്കെ, അവരും പ്രൗഡ് ആവട്ടെ. കാരണം ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ എന്തിന് ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് മറുപടി ഒന്നുമില്ല, നിങ്ങളെയൊക്കെ പോലെ ഇങ്ങനെ ഏടോ മറുപടി എന്ന് പറയുന്നത് ഇവരുടെ ഉന്നതിയാണ് ഞങ്ങൾക്കുള്ള ഇവരുടെ മറുപടി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിലെ പോകുമ്പോ അതാണ്ട് പോകുന്ന സുരേഷിന്റെ മക്കളാന്ന് പറയൂല, അത്രേ ഉള്ളൂ. അല്ല അങ്ങനെ അവരെ അച്ഛനാണ് ഇനി അറിയപ്പെടുന്നത് ഇനി പിന്നീട് കാലം കഴിയുമ്പോ. അത്രയും പ്രശസ്തരാവണം അവര് നല്ല നിലയിൽ എത്തുമ്പോഴേ. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ മക്കളെ കയ്യിൽ നിന്നും. നമ്മളെ കടമകളും ഒപ്പം ഇവരെ പ്രോത്സാഹിപ്പിക്കണോ. അപ്പൊ ഒരു സാമൂഹ്യ മാറ്റവും ആഗ്രഹിക്കണം. കാരണം ഇത്തരം മക്കളെ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളെ ഈ വേദി കിട്ടിയാലൊക്കെ നന്നായി സംസാരിക്കും ഈ കാര്യം പറഞ്ഞു. തീർച്ചയായും എല്ലായിടത്തും പോയാലും നമ്മള് പബ്ലിസിറ്റി ഒക്കെ ഒന്നും ആഗ്രഹിക്കില്ലേ, പക്ഷെ ഇതിലൊരു എലമെന്റ് എടുക്കണ്ടല്ലോ ഈ ഒരു അല്ല. അവയർനെസ്. ഞാൻ പോലും അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരാളുടെ A+ എത്രയോ ആളുകൾക്ക് A+ കിട്ടിയിരിക്കുന്നു. പക്ഷെ ഈ A+ ഭയങ്കര മധുരമുണ്ട്. ഈ A+ എന്താ പറയാ, ലോകത്തിനൊരു മെസ്സേജും കൂടെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 8 പേരൊരു കുടുംബത്തില്, 8 ഈ വീട്ടിലുള്ളത്, 8 പേർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള 8 പേരേക്ക് എന്താ പറയാ, അത് അവർ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് കാണണം. അതുപോലെ തന്നെ ഈ ഫോസ്റ്റർ കെയർ പദ്ധതി, അതുവഴി കുട്ടികളെ ഒരുപാട് പേരുണ്ട്, എന്താ പറയാ, ഒരുപാട് കുട്ടികളില്ലാത്ത പേരൻസ് ഉണ്ട്. അവർക്ക് എങ്ങനെയാണ്, കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഒരു പക്ഷെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ അല്ലെ, അവർക്ക് നല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അതന്നെ ആഗ്രഹിക്കുന്നത്. കുറെ പേര് അത് ചെയ്യട്ടെ, അവരുടെ മക്കൾക്ക് ഒരു ജീവിതം കിട്ടട്ടെ.